വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് നായ്ക്കട്ടിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ്. വൈദ്യുതി വേലി തകർത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനകൾ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുങ്കിയ ആനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താൻ വനവകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നായിക്കട്ടിയിൽ നൂൽപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് വളരെ അടുത്ത് ദേശീയപാതയോട് ചേർന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കം തകർത്ത് കൃഷിയിടത്തിലെത്തി വീടുകൾക്ക് സമീപത്തൊക്കെ എത്തിയാണ് തെങ്ങും കമുകുമൊക്കെ മറച്ചിട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ടുണ്ടോ? കുറേ ദിവസമായിട്ടുണ്ട്. എനിക്കല്ല വരുന്നത്, ഷ്യാമിൻ്റെ പറമ്പിലായിരുന്നു. ഈ ഷ്യാമിൻ്റെ ഈ പ്രൊട്ടക്ഷൻ വേലി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഷ്യാമിൻ്റെ വേലി തകർത്തോടുകൂടിയാണ് ഇപ്പോൾ നമുക്ക് വന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളെ പറമ്പിലും വന്നു? കഴിഞ്ഞ ദിവസം എൻ്റെ പറമ്പിൽ വന്നു. തെങ്ങ് നശിപ്പിച്ചു. വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് മുള നട്ടുപിടിപ്പിച്ച, ഓക്സിജൻ കിട്ടാൻ വേണ്ടി നട്ടുപിടിപ്പിച്ച മുള തിന്ന് നശിപ്പിച്ചു. ഇപ്പം നിങ്ങളെ വീട് പറഞ്ഞ ദേശീയപാതേൻ്റെ തൊട്ടടുത്തല്ലേ? ചേർന്നാണ്. അവിടം വരെ എത്തി. വലിയ നാശനഷ്ടമാണോ ഉണ്ടായത്? വൻ നാശനഷ്ടം. ഇപ്പോൾ എനിക്കിതിപ്പം ഫെൻസിങ് റിക്കവർ ചെയ്തെടുക്കാൻ ഒരു 50,000 റുപ്പീസ് വേണം. നിങ്ങളുടെയാണ് ഫെൻസിങ് മുഴുവനായിട്ട് തകർന്നത്? എൻ്റെ 72 സെൻസ് വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് വീടുള്ളത്. താമസക്കാരുണ്ട്. ഞാൻ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 22 ഇയേഴ്സ് അതിൻ്റെ ഇടയിൽ ഒരു 50 തവണയെങ്കിലും ആന ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട് കണക്ക് പറയാൻ. ഈ ലാസ്റ്റ് 1.5 മാസത്തിൽ 6ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം 9 കഴുങ്ങും കാപ്പി നശിപ്പിച്ചു. ഇത് കൂട്ടാണ് വന്നത്. ഇത്ര ഡാമേജ് ഈ കാലത്ത് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഈ 15 കഴുങ്ങും കാപ്പിയും ഒക്കെ ഈ പ്രാവശ്യം നശിപ്പിച്ചു. ഫെൻസിങ്ങും ഏതാണ്ട് ഫുള്ള് കംപ്ലീറ്റ് വാഷ് ഔട്ടായി. കംപ്ലീറ്റ് സാറിന് അതിൻ്റെ ഭയങ്കര ഇതാണ്. അത് പോലും ഷ്യാമിൻ്റെ ഈ വേലിയായിരുന്നു രക്ഷ. അപ്പോൾ ഈ വേലി നശിപ്പിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയില്ല. അവിടെ എത്രയും ഷ്യാമിന് 1,00,000 റുപ്യ നഷ്ടപരിഹാരം കൊടുക്കണം. എത്ര പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ വേലി നശിപ്പിച്ചെന്നറിയാം. അപ്പോൾ ഈ ഫെൻസിങ് ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ വലിയ പൈസ വേണം. ഇപ്പോൾ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഹാങ്ങിങ് ഫെൻസ് ചെയ്യാണ് എൻ്റെ സിസ്റ്റർ പറമ്പിൽ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് സാറെന്ന് വെച്ചാൽ ചുറ്റോടിറ്റും ട്രെഞ്ച് ഉണ്ട്. വർഷങ്ങളായി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, വർഷങ്ങളായിട്ട്. അപ്പം ആ ഒരൊറ്റ കാരണമാണ് ട്രെഞ്ച് ഇടിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇവരോട് ഉദ്യോഗസ്ഥന്മാരോട് പറയും അനാസ്ഥ, തികഞ്ഞ അനാസ്ഥ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു എന്താ പറയുക. അപ്പം ഞാൻ ഇന്നലെ അവരുടെ സ്റ്റേഷനിൽ പോയി വല്ലാതെ പ്രകോപിതനായി സംസാരിച്ചപ്പോഴാണ് അവർ ഇന്നലെ കുങ്കിയാനകളൊക്കെ കൊണ്ടുവന്ന് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമ്പിയൊക്കെ തന്നു. അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ സാറേ. ഇന്നലെ ആനനെ ഓടിക്കാൻ വേണ്ടി കുങ്കി അങ്ങനെ 2 ആനനെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം വെഞ്ഞാന്ന് വന്ന് കവുങ്ങ് പൊട്ടിച്ച് വാഴ പൊട്ടിച്ച് എല്ലാം നശിപ്പിച്ച്. ഇതിൻ്റെ മുന്നേ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. തെങ്ങ് കവുങ്ങ് എല്ലാം പോയിട്ടുണ്ട്. കൃഷി നാശം മാത്രമല്ല, വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നപ്പോൾ ഇന്നലെ 2 കുങ്കിയാനകളെയൊക്കെ ഇറക്കി വനംവകുപ്പ് ഈ കാട്ടാനക്കൂട്ടത്തെ കാട്ടിനകത്തേക്ക് ഓടിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ട്രെഞ്ച് ഉള്ളതുപോലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാണ് ഇത്രയും സ്ഥിതി രൂക്ഷമാകാൻ കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു. മനോജ് പയ്യന്നൂരിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.